സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. ESI പരിധിയിൽ ചുമട്ടുതൊഴിലാളികളെ ഉൾപ്പെടുത്തണം. ഹെഡ് ലോഡേഴ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ചുമട്ടുതൊഴിലാളികളെ ESIയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുക, ക്ഷേമ ബോർഡ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക എന്നീ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ് ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC ചേലക്കര ക്ഷേമ ബോർഡ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ INTUC തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് TM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസുകൾക്ക് മുന്നിലും അതുപോലെ സബ് ഓഫീസുകൾക്ക് മുന്നിലും ദേശീയ ചുമട്ടുതൊഴിലാളിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലെയുള്ള പ്രതിഷേധ ധർണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലാളികളെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തൊഴിലാളികളുടെ സംഘടിക്കാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന ഒരു സമീപനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് 2009 മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരായി സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ദേശീയ പണിമുടക്ക് നടന്ന് കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് ദേശീയ പണിമുടക്ക് നടത്തിയാലും ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. ചുമട്ടുതൊഴിലാളികളെ എന്ന് മാത്രമല്ല, സംഘടിത മേഖലയിലെ അതുപോലെ തന്നെ അസംഘടിത മേഖലയിലെയും മുഴുവൻ തൊഴിലാളികളും കാലാകാലമായ സമരങ്ങൾ കൂടി നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും നീതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തിലാണ് തൊഴിലാളികളുടെ ഗവൺമെൻറ് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരും ഒരേ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമട്ടുതൊഴിലാളികൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് മറ്റൊരു ഓമനപ്പേര് കൂടി നൽകി. നമ്മൾ നോക്കുകൂലി വാങ്ങുന്ന ആളുകളാണ് എന്നാണ് തൊഴിലാളി ഗവൺമെൻറ് ചുമട്ടുതൊഴിലാളികളെ ഓമന പേരിട്ട് വിളിക്കുന്നത്. പക്ഷേ INTUCയെ സംബന്ധിച്ചിടത്തോളം INTUC തൊഴിലാളികളാരും തന്നെ പണിയെടുക്കാതെ കൂലി വാങ്ങുന്ന ആളുകളല്ല. ഞങ്ങൾ ആരെയും നോക്കുകൂലി വാങ്ങുന്ന ആളുകളെന്ന് മുദ്ര കുത്താനും ഞങ്ങൾ അനുവദിക്കില്ല. പക്ഷെ പണിയെടുക്കാനുള്ള അവകാശം കാലാകാലങ്ങളായിട്ടുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ കൂടി INTUC റീജിയണൽ പ്രസിഡന്റ് PK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഇക്ബാൽ, INTUC മണ്ഡലം പ്രസിഡന്റുമാരായ VA പ്രസാദ്, അബ്ദുൾ മജീദ്, എൽദോസ് എളനാട് തുടങ്ങിയവർ സംസാരിച്ചു. ചുമട്ടുതൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അധികൃതർ അലംഭാവം കാണിക്കുന്നുവെന്ന് നേതാക്കൾ ധർണയിൽ ആരോപിച്ചു. കേരളത്തിലെ മുഴുവൻ ബോർഡ് ഓഫീസുകൾക്ക് മുന്നിലും ഇതുപോലുള്ള പ്രതിഷേധ ധർണകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരും ഈ രാജ്യത്തെ തൊഴിലാളികൾക്കെതിരെ കരി നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പരമാവധി വെട്ടിക്കുറച്ചുകൊണ്ട് തൊഴിലാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള പരിപാടികളുമായാണ് BMSൻ്റെ നേതാക്കളായ കേന്ദ്രത്തിലെ നേതൃത്വം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്.
ഈ രാജ്യത്തെ സമ്പന്നർക്ക് വേണ്ടി തൊഴിലാളികളെ ബലിയാടാക്കുന്ന ഒരു നയവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ചുക്കാൻ പിടിക്കുന്ന തൊഴിലാളി സർക്കാരാണെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാർ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, തൊഴിലാളികളുടെ എല്ലാ പണികളും മുതലാളിമാർക്ക് അടിയറവ് വയ്ക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, INTUC അല്ലെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ പ്രത്യേകിച്ച് ചുമട്ടുതൊഴിലാളികൾ. CCV ന്യൂസ് ചേലക്കര.